കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വാഹനങ്ങളിൽ അപകട അഭ്യാസ പ്രകടനത്തെ തുടർന്ന് കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഗ്യാപ്പ് റോഡിൽ പരിശോധന നടത്തി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ സഞ്ചാരികൾ കാറിന്റെ വിൻഡോയിലൂടെ ശരീരം പുറത്തിട്ടുള്ള അഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇത് മാധ്യമങ്ങളിലടക്കം വൈറലായതോടെ 3 വാഹനങ്ങൾ ഓടിച്ചിരുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് റോഡിലെ പരിശോധനകൾ കർശനമാക്കി. ബുധനാഴ്ച രാവിലെ ആരംഭിച്ച പരിശോധനയ്ക്ക് നിരവധി വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും സ്പെഷ്യൽ സ്ക്വാഡ് ജില്ലാ അതിർത്തി മുതൽ ഗ്യാപ്പ് റോഡ് വരെയും ഗ്യാപ്പ് റോഡ് മുതൽ മൂന്നാർ ടൗൺ വരെയുള്ള ഭാഗങ്ങളിലും പരിശോധനകൾ നടത്തുമെന്നും എൻഫോഴ്സ്മെന്റ് ആർടിഒ പറഞ്ഞു. വരുന്ന ചെറുപ്പക്കാർ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ മൂന്നാർ കാണുന്ന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ ഗ്ലാസിൻ്റെ ഭാഗത്തൂടെ തലയും ശരീരമൊക്കെ പുറത്തേക്കിട്ട് മഞ്ഞ് ആസ്വദിക്കാനുള്ള രീതിയിൽ വളരെ അപകടകരമായ രീതിയിൽ റോഡിൽ വണ്ടി ഓടിക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഇത്തരത്തിലുള്ള 3 കേസുകൾ നമ്മൾ പിടിക്കുകയും അവരുടെ ലൈസൻസ് 1 വർഷത്തേക്കും 6 മാസത്തേക്കായിട്ട് സസ്പെൻഡ് ചെയ്യുകയും എടപ്പാൾ IDTR ട്രെയിനിങ് സെൻറ്ററിലേക്ക് ക്ലാസ്സിനും കമ്മ്യൂണിറ്റി സെൻറ്ററായിട്ട് വർക്കിനുമായിട്ട് വിട്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ ദേവികുളം താലൂക്കിലെ 2 സ്ക്വാഡുകളാണ്. ഒരു സ്ക്വാഡിനെ സ്ഥിരമായിട്ട് ഇവിടെ എല്ലാ ദിവസവും പെട്രോളിങ്ങിന് ഇട്ടുണ്ട്. പിന്നെ നെടുങ്കണ്ടം സ്ക്വാഡും ഇവിടെ പെട്രോളിങ് നടത്തുന്നുണ്ട്. പരിശോധനകൾക്ക് പുറമെ ദേശീയപാത അധികൃതരുമായും പൊതുമരാമത്ത് വകുപ്പുമായും ബന്ധപ്പെട്ട വിവിധ ഭാഷകളിലുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഇനി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.